ഹലോ ഗൈസ്, സുഖം എല്ലാവർക്കും. ഇന്ന് നമ്മുടെ അമ്പലത്തിലെ കുട്ടികളെ ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉള്ളൊരു ദിവസമാണ്. നമ്മുടെ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികളെ പ്രോഗ്രാമും ഉണ്ട് ഇന്ന് മെയിനായിട്ട്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഞാനും ദേവയും കൂടി അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അവൻ വരുന്ന വഴിക്ക് നമ്മൾ അരിവരവ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അമ്പലത്തിൽ നിന്ന്. അപ്പോൾ അതും കണ്ട് കുട്ടികളുടെ അടുത്ത് എത്തിയപ്പോൾ അവരെ പകുതി മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി. അങ്ങനെ കുറച്ച് നേരം അവരുടെ അടുത്ത് നിന്ന് കുറച്ച് സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെക്കാൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മളെ സ്റ്റൈൽ ചെയ്യാൻ ചേട്ടനും ഉണ്ടായിരുന്നു അവിടെ. ഡ്രസ്സിങ്ങിനും മേക്കപ്പിനും ഒക്കെ സെപ്പറേറ്റ് ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായി. ഇവരിങ്ങനെ ഒരുങ്ങിയൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. ചെറുപ്പം തൊട്ട് എല്ലാ വർഷവും ഡാൻസ് കളിക്കുന്ന ഒരു അമ്പലമായിരുന്നു ഇത്. ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള അമ്പലമാണ്. പിന്നെ ഈ എൻട്രൻസിലും കോളേജിലും ഒക്കെ എത്തിയതിന് ശേഷമാണ് പ്രോഗ്രാമിനൊന്നും പങ്കെടുക്കാൻ പറ്റാണ്ടായത്. അതിൽ ചെറിയതല്ല, നല്ല രീതിയിലുള്ള വിഷമമുണ്ട്. വർത്താനം പറഞ്ഞു നമ്മളെ മക്കളെല്ലാം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് ദേവ ഫുഡൊക്കെ വാരി കൊടുത്തു. അങ്ങനെ നമ്മൾ വേഗം സ്റ്റേജിലേക്ക് ചെന്നു. സ്റ്റേജിലെത്തിയിട്ട് സ്റ്റേജിൽ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. ചെറുതായിട്ട് ചിരാതും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാനുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ബാനർ വെക്കാനുണ്ടായി. അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു. സ്റ്റേജിലെത്തി കുറച്ച് സമയത്തിനുള്ളിൽ പ്രോഗ്രാം തുടങ്ങി. നമ്മളെ പിള്ളേർ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചു. നല്ല രസമുണ്ടായി. കുഞ്ഞുമക്കളൊക്കെ നല്ല സെറ്റായിട്ടായിരുന്നു ഡാൻസ് കളിച്ചത്. അപ്പോൾ ഈ എക്സാം ടൈമൊക്കെ ആയതിനെക്കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ എക്സാം ആയതിനെക്കൊണ്ട് കുറച്ച് കുട്ടികളായിരുന്നു ഉണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ ചെറിയ കുറച്ച് ഡാൻസ് പ്രോഗ്രാംസ് മാത്രമേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഞാനും ദേവിയും കുറച്ച് ഗ്രീൻ പീസൊക്കെ കഴിക്കാൻ പോയി. ഗ്രീൻ പീസും കഴിച്ച് അവിടെ നിന്ന് കുറച്ച് നേരം നാടകം കണ്ട് ഞങ്ങളവിടെ വെറുതെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞ് അവിടെ ചെന്ന് ഒരു ഐസ്ക്രീം വാങ്ങി കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അമ്മയും അമ്പ്രൂസും ഉണ്ടായിരുന്നു അവിടെ. നാടകം കഴിഞ്ഞ് വന്നപ്പോൾ അവരെയും കൂട്ടി നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.